എന്തായാലും മന്ത്രിമാർ വാർത്താസമ്മേളനം തുടങ്ങുകയാണ്. അതിലേക്ക് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി വേഗത പകരാനും കുറേ കൂടി ടീമായി നിന്നുകൊണ്ട് പല വിധത്തിൽ കേന്ദ്രീകരിച്ചും ഡിവൈഡ് ചെയ്ത് ഈ പ്രവർത്തനങ്ങൾക്കൊരു മേൽനോട്ടം വഹിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ നേരത്തെ നിശ്ചയിച്ചതിന് പുറമെ ഇന്നൊരു മന്ത്രിതല ഉപസമിതിയെ കൂടി നിർദ്ദേശിക്കുകയുണ്ടായി. അതനുസരിച്ച് മന്ത്രിതല ഉപസമിതിയുടെ വളരെ അടിയന്തരമായ യോഗം ഇന്നത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇവിടെ ചേരുകയുണ്ടായി. ആ ഉപസമിതിയുടെ യോഗത്തെ തുടർന്ന് എല്ലാ ഫോഴ്സിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ലീഡേഴ്സ് പങ്കെടുക്കുന്ന വിധത്തിലുള്ള ഒരു യോഗം കൂടി നമ്മൾ ചേർന്നിരുന്നു. അതിൽ ആർമിയുണ്ട്, പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നേവി ഉണ്ട്, നമ്മുടെ DSC ഉണ്ട്, MEG ഉണ്ട്. ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ ഒരുപക്ഷെ സമീപ ഭൂതകാലത്തൊന്നും ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ എവിടെയും ഇറങ്ങിയിട്ടില്ലാത്ത വിധം 1300-ലേറെ വരുന്ന ഫോഴ്സ് ജോയിൻ്റായി നേതൃത്വം നൽകുന്ന ഒരു റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അവരുടെ ടീം ലീഡേഴ്സ് അവരുടെ ആശയങ്ങളൊന്നും കൂടി പങ്കുവെച്ചുകൊണ്ട് ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് നാളെ നമ്മൾ തിരിയുകയാണെന്നുള്ളതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു യോഗം ചേരുകയുണ്ടായത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദിവസത്തെ നമ്മുടെ ഓപ്പറേഷൻ പൂർണ്ണമായിട്ടും ജീവിച്ചിരിക്കുന്നവർ അതുതന്നെ മുണ്ടക്കൈ പ്രദേശത്ത് പല കേന്ദ്രങ്ങളിലായി സ്കാറ്റേഡായിട്ടും കൂട്ടായിട്ടും നിൽക്കുന്ന ആളുകൾ അവരെ പൂർണ്ണമായിട്ട് തിരിച്ചെടുക്കുകയും ചളിയിൽ പൂണ്ടു നിൽക്കുന്ന ആളുകളെ തിരയുകയും ചെയ്യുക എന്ന ദൗത്യമാണ് നമ്മൾ നിർവഹിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അന്ന് ലഭ്യമായിട്ടുള്ള ചെറിയ സാധ്യതകളും ആളുകളും ഒക്കെ വെച്ച് രാവിലെ ആരംഭിച്ച ഓപ്പറേഷൻ ഉച്ച കഴിയുന്നതോടുകൂടി അതിൻ്റെ ഗതിവേഗം വർദ്ധിച്ചു. വടം കെട്ടിയ ആളുകളെ തിരിച്ചിറക്കി തുടങ്ങി. അതിനുശേഷം ചെറിയ പാലം കയറുകളോടെ കെട്ടി എല്ലാവരും കൂടി തയ്യാറാക്കി. അത് വെച്ച് നമുക്ക് രാത്രി 7:35 ആകുമ്പോഴേക്കും 486 ആളെ ഇക്കരയ്ക്ക് കിടത്താനായി എന്നുള്ളതാണ് അന്ന് നടന്ന ഓപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം മൃതദേഹങ്ങളും ധാരാളമായിട്ട് റിക്കവർ ചെയ്തെടുക്കുന്ന നടപടിക്രമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്നലെയും പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങൾ വെച്ച് വനറാണിയിൽ, അട്ടമലയിലെ മസ്ജിദിൽ, അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നറിയുന്നവരെയും മരങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ വീണ് കിടക്കുന്നവരെയും ചെളിയിൽ പൂണ്ടു നിൽക്കുന്നവരെയും ഒക്കെ രക്ഷപ്പെടുത്തുകയും അതോടൊപ്പം മൃതദേഹങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ദൗത്യമാണ് നിർവഹിച്ചത്. ഈ രണ്ട് ദൗത്യത്തിലും നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന മഴയും കാറ്റും ഒഴികെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മഴയും കാറ്റും മാത്രമല്ല, നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വെല്ലുവിളി അപ്പുറത്തേക്ക് നമുക്ക് മിഷനറികൾ എത്തിക്കാൻ പറ്റുന്നില്ല എന്ന പ്രയാസമാണ്. നമ്മൾ നേരിട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആ പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ നമ്മൾ പരിഹരിച്ച് ഇന്ന് ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ JCB അടക്കം അക്കരത്ത് എത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി നമുക്ക് പൂർത്തീകരിക്കാനായി എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഉണ്ടായ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രവർത്തനങ്ങൾ. അതിനുശേഷം ഇപ്പോൾ നാളത്തെ പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൃത്യമായി ഒറ്റ ദിവസം കൊണ്ട് രാപ്പകലില്ലാതെ പ്രവർത്തിച്ച് ആർമിയുടെ നേതൃത്വത്തിൽ ബെയിലി പാലം പൂർണ്ണമായി സജ്ജമായി. അതിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടു. 20 ടണ്ണിന് മുകളിലുള്ള ഭാരം ഉൾപ്പെടെ കടത്തി കൊണ്ടുപോകാൻ പറ്റും എന്ന ആർമിയുടെ ആളുകൾ തന്നെ മേജറിൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം കടത്തി മെഡിക്കൽ ടീമിനെ വിട്ടു. അതെല്ലാം പരിശോധിച്ചു. ഇന്ന് ഞാനും മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പാലത്തിലൂടെ അപ്പുറത്ത് കിടന്ന് ബെയിലി പാലം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പാലത്തിലൂടെ അപ്പുറത്ത് കിടന്ന് അകത്തുള്ള പ്രധാന കേന്ദ്രങ്ങളിലൊന്നും അവസാനമായിട്ട് ഈ പ്രവർത്തനങ്ങളുടെ കൂടിയാലോചനയ്ക്ക് വേണ്ടി ഞങ്ങൾ വിസിറ്റ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും അറിയാവുന്നതുപോലെ വല്ലാത്ത കാഴ്ചയാണ്.
അപ്പം 3 നിലവാരത്തിലുള്ള പരിശോധനകളാണ് നാളെ നടത്താൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഒരു കേന്ദ്രം ചാലിയാർ പുഴയാണ്. ചാലിയാർ പുഴ ഏതാണ്ട് 40 കിലോമീറ്റർ എന്നാണ് നമ്മുടെ ധാരണ. 40 കിലോമീറ്ററുള്ള ചാലിയാർ പുഴയിൽ 3 ടൈപ്പിലുള്ള റെസ്ക്യൂ പ്രവർത്തനമാണ് നമ്മൾ നടത്തണം എന്നാലോചിക്കുന്നത്. 40 കിലോമീറ്ററിനകത്ത്, ചാലിയാർ പുഴയുടെ 40 കിലോമീറ്ററിനകത്ത് 8 പോലീസ് സ്റ്റേഷനുകളാണുള്ളത്. ഈ 8 പോലീസ് സ്റ്റേഷൻ്റെയും അതിർത്തിയിലുള്ള പുഴയുടെ ഭാഗങ്ങളിൽ പോലീസും പൂർണ്ണമായി പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള, പ്രത്യേകിച്ച് ഇത്തരം സംഭവങ്ങൾ നേരത്തെ പങ്കെടുത്ത് പരിചിതരായിട്ടുള്ള, പുഴ നന്നായിട്ട് അറിയാവുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള തെരച്ചിലാണ് ഒരു പോർഷൻ. രണ്ടാമത്തെ പോർഷൻ, ഇപ്പോൾ ചാലിയാർ പുഴയിൽ ഏതാണ്ട് 12ഓളം ഡെഡ് ബോഡികൾ നേരത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് നാളെയും ആ കാര്യത്തിൽ തുടരും. പക്ഷേ അപ്പോഴുള്ളൊരു പ്രശ്നം, കഴിഞ്ഞ തവണ ഉള്ള ദിവസങ്ങളിൽ ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ മുകളിൽ പൊങ്ങിക്കിടക്കുക എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് താഴത്തോട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരെ വെച്ചുകൊണ്ട് 8 പോലീസ് സ്റ്റേഷൻ അതിർത്തികളിലായി ഇത് നടത്തുന്നതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും ഫോറസ്റ്റും കൂടി പാരലലായി, സമാന്തരമായി പൂർണ്ണമായും പുഴയുടെ സൈഡുകൾ, അതിൽ പ്രത്യേകമായ പുഴയ്ക്ക് വളവുകളുള്ള പ്രദേശങ്ങൾ, ബോഡി തങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന പ്രദേശങ്ങൾ, ഇതിനൊക്കെ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് അവിടേക്ക് ആ വിധത്തിലുള്ളൊരു സംവിധാനം കൂടി ആകും. ഇപ്പോൾ ചാലിയാർ പുഴയിൽ 3 തരത്തിലുള്ള സൗകര്യങ്ങൾ നാളെ ഒഴുക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ നാളെ നമുക്ക് മുണ്ടക്കൈക്ക് അകത്ത് നടക്കുന്ന നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷൻ 6 സോണുകളായിട്ട് തിരിക്കണം എന്നാണ് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലൊന്ന് അട്ടമല, ആറന്മല പ്രദേശമാണ്. 2 ഏറ്റവും കൂടുതൽ അപകടം നടന്ന മുണ്ടക്കൈയാണ്. 3 പുഞ്ചിരിമറ്റാണ്. 4 വില്ലേജ് റോഡാണ്. 5 സ്കൂൾ ഏരിയയാണ്. 6 ഡൗൺ സ്ട്രീമാണ്. ഇങ്ങനെ 6 മേഖലകളായി തിരിച്ച് 6 മേഖലകളിലേക്ക് കൂടി ടോട്ടൽ നമ്മുടെ ഫോഴ്സ് ഏതാണ്ട് 40ഓളം സ്ക്വാഡുകളെ അണിനിരത്തണം എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ സോണുകളായിട്ട് തിരിച്ചത്: 1 അട്ടമല, ആറന്മല; 2 മുണ്ടക്കൈ; 3 പുഞ്ചിരിമറ്റം; 4 വില്ലേജ് റോഡ്; 5 സ്കൂൾ ഏരിയ; 6 ഡൗൺ സ്ട്രീം. ഇങ്ങനെ 6 കേന്ദ്രങ്ങൾ, 6 മേഖലകളായി തിരിക്കുകയാണ്. 40ഓളം സ്ക്വാഡുകൾ നമുക്ക് സാധാരണ നിലയിൽ പിന്നെ ഫോഴ്സിനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ഫോഴ്സുകളെയും കൂട്ടി എന്നാണ് നമ്മൾ കരുതുന്നത്. അത് ഏതൊക്കെ ആളുകൾ വേണം എന്നുള്ള കാര്യം നമ്മുടെ ഇൻസിഡൻറ്റ് കമാൻഡറും അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫീസറും DM ഇൻചാർജും നമ്മുടെ സ്ക്വാഡിൻ്റെ ലീഡർമാരും കൂടി ഇപ്പം തന്നെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും നഷ്ടപ്പെട്ടവരുടെ കണക്കും അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായ വിവരങ്ങളും നമ്മൾ നേരത്തെ നോക്കിയതനുസരിച്ചിട്ടുള്ള ചില, ഇപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ പൂർണ്ണമായും അവിടെയുള്ള കെട്ടിടങ്ങളുടെ GFS മാപ്പ് ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഓരോ പ്രദേശത്തും എത്ര സ്ക്വാഡുകൾ ഇറങ്ങണം എന്ന് നമ്മൾ നിശ്ചയിക്കും. ഓരോ സ്ക്വാഡിലും 3 പേർ ലോക്കൽ ആളുകളും 1 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും. ആ വിധത്തിൽ ലോക്കൽ തരത്തിലുള്ള പിന്തുണ നമ്മൾ ഉറപ്പുവരുത്തും. അതായത് ഈ 40 സ്ക്വാഡാണെങ്കിൽ 40 സ്ക്വാഡ്, എത്ര ടീമാണുള്ളത് ആ ടീമുകളിലെല്ലാം ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും 3 ലോക്കൽ പീപ്പിളും പ്രത്യേകമായി തയ്യാറാക്കും. ആ ലോക്കൽ പീപ്പിളിനെ ബന്ധപ്പെട്ട പിന്നെ നമ്മുടെ ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ച് അവർക്ക് പ്രത്യേക ബാഡ്ജ് കൊടുത്ത് ആ കൂട്ടത്തിൽ പങ്കെടുക്കും. അതിന് പുറമെ പ്രാദേശിക നിവാസികളുടെ കൂടി ചൂണ്ടിക്കാണിക്കലും ഇടപെടലുകളും നമുക്ക് കുറെ കൂടി വേഗത വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള മറ്റു സംവിധാനങ്ങൾ, എല്ലാ ടീമിനും ലീഡർമാർ, എല്ലാ ടീമിലേക്കും ആവശ്യമായിട്ടുള്ള JCBയും ഹിറ്റാച്ചിയും, എല്ലാ ടീമിലേക്കും കട്ടിംഗ് മെഷീനുകൾ, എല്ലാ ടീമിലേക്കും വോളണ്ടിയേഴ്സ്, 20 വോളണ്ടിയേഴ്സെങ്കിലും പങ്കെടുക്കാവുന്ന വിധത്തിൽ വോളണ്ടിയേഴ്സ്, എല്ലാ ടീമിലേക്കും 2 സ്ട്രക്ചറുകൾ, ബോഡി കിട്ടിയാൽ ഉടനെ തന്നെ പുറത്തെത്തിക്കാവുന്ന വിധത്തിൽ 2 സ്ട്രക്ചറുകൾ. അതിന് പുറമെ അകത്ത് 25 ആംബുലൻസും പുറത്ത് നമ്മുടെ പോളിടെക്നിക് ക്യാമ്പസിനകത്ത് 25 ആംബുലൻസും. അങ്ങനെ ആംബുലൻസുകൾ 25 വീതം ക്രമീകരിക്കും. ബാക്കി ആംബുലൻസുകൾ മേപ്പാടിയുടെ പുറത്തായിരിക്കും നമ്മൾ പാർക്ക് ചെയ്യുക. 25 അകത്തും ബെയിലി പാലത്തിലൂടെ അകത്തും, ബാക്കി 25
നമ്മുടെ പോളിടെക്നിക്കിലും തയ്യാറാക്കും. ആ 25 കടന്നു പോകുന്ന ആംബുലൻസിന് പ്രത്യേകമായ പാസ് കളക്ടർ തന്നെ ഇഷ്യൂ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആളുകൾ പോവുക. എല്ലാ ടീമിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കട്ടിംഗ് മിഷനറികളും മറ്റ് ഉപകരണങ്ങളും വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളും 2 സ്ട്രക്ചർ വീതവും ഉണ്ടാകും. അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പറുകൾ പ്രത്യേകമായി നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. നാളെ ഏകദേശം 30 കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ സാധ്യത അനുസരിച്ചാണ് ഈ 6 മേഖലകൾക്ക് എത്ര ടീം വേണം എന്നുള്ളത് സാധ്യതകൾ അനുസരിച്ചാണ് നമ്മൾ നോക്കുക. നാളെ വൈകുന്നേരത്തോടു കൂടി ഡൽഹിയിൽ നിന്ന് ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻറ്റ് ബറീഡ് ഡയറക്ഷൻ അങ്ങനെ പ്രത്യേകമായൊരു റഡാർ സംവിധാനം ഡൽഹിയിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നാളെ വൈകുന്നേരം കോഴിക്കോട് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റന്നാൾ രാവിലെ അതിൻ്റെ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി കഴിയും. അത് കുറെ കൂടി ആഴത്തിൽ ഭൂമിക്കടിയിലുള്ള സംവിധാനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രത്യേക ടെക്നിക്കൽ സംവിധാനമാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ട് ടെക്നിക്കൽ സംവിധാനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മിസ്സിംഗ് കേസ് രാവിലെ CM പറഞ്ഞു 206 നമുക്ക് ലഭ്യമായിട്ടുള്ള മിസ്സിംഗ് കേസുകൾ. പക്ഷേ അതിൻ്റെ ഒരു ആധികാരികത വലിയ പ്രശ്നമാണ്. കാരണം ഇത് നമുക്ക് അറിഞ്ഞതും ചില ഡയറക്ഷനുകളിലൂടെ ലോക്കൽ പീപ്പിളിൽ നിന്ന് കിട്ടിയ അറിവും വെച്ചുകൊണ്ടുള്ള കണക്ക് മാത്രമാണ്. ചിലരെ പൂർണ്ണമായി നഷ്ടപ്പെട്ടതുണ്ടാകും. ചില വീടുകളിൽ നിന്ന് പൂർണ്ണമായി വിവരം പോലും തരാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അത് കുറച്ചുകൂടി ലോക്കൽ പീപ്പിളെ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ സംവിധാനം നമ്മൾ കുറച്ചുകൂടി നന്നായി നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും 206 നമുക്ക് ലഭ്യമായത്. പക്ഷെ അത് പൂർണ്ണമല്ല. അത് പൂർണ്ണമാക്കാൻ വേണ്ടി മൈനൂട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഇപ്പോൾ വയനാട് ജില്ലയിലാകെ 91 ക്യാമ്പുകളിലായി 9337 പേരാണ് ഈ നിമിഷം വരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിൽ ചൂരൽമല ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് 15 ക്യാമ്പുകളിലായി 2225 പേരാണ് ഇപ്പോൾ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത്. ഡെത്ത് ഇപ്പോൾ സർക്കാർ അനൗൺസ് ചെയ്തിട്ടുള്ളത് 190 പക്ഷേ വിവിധ ബോഡി പാർട്സുകൾ പലതായി കിട്ടിയിട്ടുണ്ട്. അതൊന്നാണോ പലതാണോ എന്ന് നമുക്കതിനൊക്കെ പരാതി അനുസരിച്ച് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേണ്ടിവരും. ചിലപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആളുകൾ വരാത്ത സാഹചര്യം പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് 120ഓളം മൊബൈൽ ഫ്രീസറുകൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതിന് പുറമെ ഇനി ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫ്രീസറുകൾ എത്രയാണ് വേണ്ടതെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി നമുക്ക് ഇപ്പോൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായി ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗ് സ്ക്വാഡ് നമ്മളിപ്പോൾ 3 ഇവിടെ ഉണ്ട്. 3 ആർമി നൽകിയതുണ്ട്. കുറച്ചെണ്ണം കൂടി നാളെ തമിഴ്നാട്ടിൽ നിന്ന് എത്തും. അവർ തിരിച്ചിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ 4 ഡോഗ് സ്ക്വാഡ് കൂടി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. അത് നല്ല ഗുണപ്രദമായി പെട്ടെന്ന് വിവരങ്ങൾ മനുഷ്യരുടെ സ്പർശം അറിയാൻ കഴിയുന്ന, സാന്നിധ്യം അറിയാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ടാകും. ചിലത് അതെ. അപ്പോൾ 15 സ്ഥലങ്ങളിൽ പോയിന്റുകൾ കണ്ടെത്തി. ഇന്ന് തന്നെ ഈ 6 ഡോഗ് സ്ക്വാഡുകൾ 15 പോയിന്റുകൾ കണ്ടെത്തി. പലയിടത്തും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. എന്നാലും എടുക്കാൻ ബാക്കിയുള്ള ചിലതുണ്ട്. നാളെ ഈ 4 ഡോഗ് സ്ക്വാഡ് കൂടി വരുമ്പോൾ 10 ഡോഗ് സ്ക്വാഡ് നമ്മൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളോട് കൂടി നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ് സ്ക്വാഡുകൾ ഉണ്ടോ എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ കുറച്ച് ഗൗരവമായി നമുക്ക് നല്ലതുപോലെ കൊണ്ടുവരാവുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയാണ് നാളത്തെ റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. മഴ വലിയ പ്രതിസന്ധി നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി, ഇന്ന് ഉച്ചയോടുകൂടി സൃഷ്ടിച്ചെങ്കിലും ബെയിലിപ്പാലം വന്നു എന്നുള്ളത് അപ്പുറവുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ശ്രദ്ധേയമായ കാര്യമായിട്ടാണ് തോന്നുന്നത്. ബാക്കി എല്ലാവരുടെയും സഹായങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് 6 മേഖലകളായി തിരിക്കണമെന്ന്. 6 മേഖലകളായി തിരിച്ചത് എല്ലാ മേഖലയ്ക്കും തുല്യമായ വിധത്തിൽ സ്ക്വാഡുകൾ പോവുക എന്നല്ല. ഇതിലേറ്റവും കൂടുതൽ നാളെ നമുക്ക് ഇടപെടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെ എന്ന് കേന്ദ്രീകരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റാണ് ഇപ്പോൾ തയ്യാറാക്കി വരുന്നത്. നമ്മൾ ഈ പുഞ്ചിരിമറ്റത്തേക്ക് വേണ്ടത്ര നമ്മുടെ സ്ക്വാഡുകൾക്ക് ചില ഏരിയകൾ കടന്നു വരാൻ കഴിഞ്ഞില്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് പറയപ്പെട്ടു. നാളെ അതൊരു പ്രധാന പോയിന്റായിട്ട് എടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ള മുണ്ടക്കയും അതുപോലെ അട്ടവല ആറാൻമലയിലും പ്രത്യേകമായിട്ടുള്ള സംവിധാനം കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഈ വിധത്തിൽ കുറ്റമറ്റ വിധത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പബ്ലിക്കിൻ്റെ നല്ല പിന്തുണയുണ്ട്. പക്ഷേ ദയവായി വീണ്ടും അഭ്യർത്ഥിക്കാനുള്ള കാര്യം, വാഹനങ്ങൾ വല്ലാത്ത വിധത്തിൽ അകത്തേക്ക് കൊണ്ടുവരരുത്. അത് കൊണ്ടുവരുന്നത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇന്ന് നമുക്ക് മുഖ്യമന്ത്രിയുടെ യാത്ര തന്നെ
ഏറ്റവും കുറഞ്ഞ വാഹനം ഒരു പൈലറ്റും ഒരു എസ്കോർട്ട് മാത്രമായിട്ട് നമ്മൾ ക്രമീകരിക്കേണ്ടത്. ബാക്കി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മാറ്റി നിർത്തി ഒരു പോലീസും ഒരു പൈലറ്റും ഒരു എസ്കോർട്ടും മാത്രമായിട്ട് ക്രമീകരിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടായത്. മന്ത്രിമാർ തന്നെ ഞങ്ങൾ 3 വണ്ടികളിലായ 6 പേർ മാത്രം പോയാൽ മതി, ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കണം എന്ന് തീരുമാനിച്ചു. കാരണം അങ്ങനെ വല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ കൂടുതലായി വന്നാൽ എല്ലാം അവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ആംബുലൻസുകൾ 100ഓളം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കൂടി അവിടെ കൊണ്ടിട്ടാൽ 2 സൈഡും പാർക്കിംഗ് ഉള്ള വിധത്തിൽ പ്രയാസമാകും. ഈ പ്രവർത്തനങ്ങളിൽ അകമറിഞ്ഞ് നമ്മളെ സഹായിച്ചിട്ടുള്ളത് സൈന്യത്തെ പോലെ കേരളത്തിൻ്റെ സൈന്യമായിട്ടുള്ള മനുഷ്യരാണ്. ഇപ്പോഴത്തെ കേരളത്തിൻ്റെ സൈന്യം മാനവികതയുള്ള മനുഷ്യസ്നേഹമുള്ള യഥാർത്ഥ മനുഷ്യരാണ്. അവരുടെ നിർലോഭമായ പിന്തുണയാണ് ഈ കാര്യങ്ങൾക്ക് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത് ട്രെയിൻഡായ ആളുകൾ, ഇതിൽ സഹായിക്കാൻ പൂർണ്ണമായും ധാരണയുള്ള ആളുകൾ വരികയായിരിക്കും. നമുക്ക് ഈ സുരക്ഷാ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി ഇതാണ്. ഈ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ക്യാബിനറ്റ് സബ് കമ്മിറ്റി എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതല്ല, നമുക്ക് ഇപ്പോൾ പോകുമ്പടി ഒരു പൊതു പ്രോട്ടോക്കോളിൽ എല്ലാവിടെയും സ്വീകരിക്കാവുന്ന ഏക സമീപനം DNA ടെസ്റ്റ് നടത്തുക എന്നുള്ളത് മാത്രമാണ്. അത് പക്ഷേ DNA ടെസ്റ്റ് നടത്തുമ്പോൾ ബന്ധുക്കൾ വന്ന് കാണാനില്ലാത്ത ഒരു ഘട്ടം വരേണ്ടി വരും. അതുവരെ നമുക്ക് എത്ര പേർ വരുന്നു എന്ന് ഉറപ്പിക്കാതെ എന്ന് വരെ കാത്തിരിക്കാം എന്ന ഒരു ഡെഡ് ലൈൻ നമുക്ക് കൊടുക്കാനാകില്ല. ആളുകളെ കാണാത്ത സാഹചര്യത്തിലാണ് അന്വേഷിച്ചു വരുന്നത്. അവരിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ തെളിവുകളും ലോക്കൽ പോലീസിന് വരെ കൊടുത്ത് പ്രത്യേകമായി നോക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഈ ചെതറിപ്പോയവരെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? കാലം കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഇതിനകം നടത്തിയതിൽ ഒരു നല്ല നമ്പർ നമുക്ക് ബോഡികൾ ആളുകൾക്ക് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 105 ബോഡികൾ ഇപ്പം തന്നെ ആളുകൾ കൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 179 പേരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിൽ 105 ബോഡികൾ ഇതിനകം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കൊടുത്തയച്ചിട്ടുണ്ട്. ബാക്കി ബോഡികൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എത്ര മൊബൈൽ ഫ്രീസർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു പോർഷനിലെ 5 റൂമുകൾ പൂർണ്ണമായിട്ടും പുതിയ മോർച്ചറി സംവിധാനമായി മാറ്റി ഓരോ സ്ഥലത്തും 6 മൊബൈൽ മോർച്ചറികൾ വീതം വെച്ച് അതിലേക്കുള്ള സപ്ലൈ ഉറപ്പുവരുത്തി ജനറേറ്റർ പോകാതെ സൗകര്യം ഉണ്ടാക്കി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കീപ്പ് ചെയ്യാം. ബാക്കി ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഉപയോഗിക്കുക. മാധ്യമപ്രവർത്തകരോട് ഉൾപ്പെടെയുള്ളൊരു അഭ്യർത്ഥന, നിങ്ങളിപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി പൂർണ്ണമായും ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ നന്നായി മഴയത്ത് കുതിർന്ന് ഇതിനകത്ത് നിൽക്കുകയാണ്. പല വിധത്തിലുള്ള പനികളൊക്കെ ഉൾപ്പെടെ പ്രചരിപ്പിക്കപ്പെടുന്നൊരു പ്രശ്നമാണ്. രോഗം തോന്നുന്ന എല്ലാവരും, നിങ്ങളോട് മാത്രമല്ല കേൾക്കുന്ന എല്ലാവരും വളരെ പെട്ടെന്ന് ആരോഗ്യ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ കാണാൻ കഴിയണം. എല്ലാ സ്ഥലത്തും ആരോഗ്യ വകുപ്പിൻ്റെ ഹെഡ് പോസ്റ്റുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള പ്രിക്കോഷണറി മരുന്നുകൾ, എലിപ്പനിക്കുള്ള മരുന്ന്, വെള്ളത്തിൽ ചവിട്ടി വരുമ്പോൾ ആ മരുന്നുകൾ ഉൾപ്പെടെ എല്ലാ ലോക്കൽ പോയിന്റിലും വിതരണം ചെയ്യാനുള്ള സംവിധാനം നമ്മൾ പ്രത്യേകമായിട്ടുണ്ട്. 100ഓളം പേർ ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ പറഞ്ഞതുപോലെ 100ഓളം പേർ ഇന്ന് തന്നെ നമുക്ക് കൗൺസിലിംഗ് ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് കൗൺസിലർമാരായി വിവിധ ക്യാമ്പുകളിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട്. പിന്നെയൊക്കെ ബാക്കി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ്. ആ കാര്യത്തിൽ പിന്നീട് ഞങ്ങൾ തന്നെ ചർച്ച ചെയ്തൊരു പരിപാടി തയ്യാറാക്കി കൊണ്ടുവരും. അതാണ് ഭയങ്കരമായി ക്യാമ്പുകളിൽ കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടാണ് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ളൊരു ബാക്കിയല്ല ഭക്ഷണം എല്ലാം ഉണ്ടായിരുന്നു. മാനസിക പിന്തുണ അതിന് ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. അത് 2 തരത്തിലും വലിയവർക്കും കുട്ടികൾക്കും കൗൺസിലിംഗ് കൊടുക്കാവുന്ന ക്യാമ്പുകളിൽ നമ്മൾ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യം അവർ നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാൽ എവിടെ പോകും എന്നുള്ള ഒരു പുനരധിവാസം എന്നുള്ളത്. അല്ല, നമ്മളിപ്പോൾ കേന്ദ്രീകരിക്കുന്നത്, ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം, എല്ലാ മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിനതീതമായി വലിയ പിന്തുണ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ചൂരൽമല ഇന്ത്യ കണ്ടതിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരന്തമാണ്.
ആ ഭീകരമായ ദുരന്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പുനരധിവാസം. ഒരാളെയും സർക്കാർ ഒറ്റയ്ക്കാക്കില്ല. എല്ലാവരുടെയും സഹായത്തോടു കൂടി അവസാനത്തെ ആളെയും പുനരധിവസിപ്പിക്കുകയും എന്തെല്ലാം നഷ്ടങ്ങളാണുള്ളത് അക്കാര്യത്തിൽ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു നയം തന്നെയായിരിക്കും അക്കാര്യത്തിൽ എടുക്കാൻ പോകുന്നത്. 7 മണി 6 മണിക്ക് തയ്യാറാകും. 7 മണിക്ക് ആളുകൾ. ഇതിൽ ഒന്നിപ്പോൾ നമ്മൾ വിളിച്ച ഫോഴ്സുകളുടെ മീറ്റിംഗ് വിളിച്ചു. അതാ അവർക്ക് അതിൻ്റെ എല്ലാ വശവും നല്ല ധാരണയുള്ള ആളുകളാണ്. നമ്മൾ അവരെക്കാൾ മുകളിലല്ല. ആർമി ആയാലും കോസ്റ്റ് ഗാർഡ് ആയാലും നേവി ആയാലും മറ്റ് സംവിധാനമായാലും. എന്നാൽ എവിടെയൊക്കെ രക്ഷാദൗത്യം സമയബന്ധിതമായി ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇത്തരം സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങൾ കൂടി നിലയുറപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഘട്ടങ്ങളിലാണ് പൊതുവെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ജനങ്ങളുമായി പ്രത്യേകിച്ച് പരിസരവാസികൾ രക്ഷാദൗത്യം നടത്താൻ സാധ്യമാകുന്ന വോളണ്ടിയർമാർ അവരെ കൂടി മിങ്കിളയിച്ചുകൊണ്ട് ഒരു ടീമായി നിന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ ചേർന്ന മീറ്റിങ്ങിൽ പ്രധാനമായും തീരുമാനം കൈക്കൊണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ 6 സോണായി തിരിച്ച് അതിൽ രക്ഷാപ്രവർത്തനത്തിൽ സർക്കാർ സംവിധാനങ്ങൾ മറ്റ് ഫോഴ്സുകൾക്കൊപ്പം പ്രാദേശികമായും അല്ലാത്തയുമായിട്ടുള്ള ജനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുള്ള ടീമിനെ സൃഷ്ടിച്ചുകൊണ്ട് ഇടപെടുന്നത്. അപ്പം അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. പിന്നെ ഇവിടെ പറഞ്ഞ ക്യാമ്പ്, അതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്. ഇവിടെ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് മാനസികമായ പ്രയാസം മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ട്. ആരോഗ്യ പ്രശ്നത്തിൽ ശാരീരിക പ്രശ്നം മാത്രമല്ല, ഇവിടെ പറഞ്ഞ പോലെ മെൻ്റലി ഉള്ള വിഷയങ്ങളുണ്ട്. ഇതിന് പ്രത്യേക സംവിധാനം ആരോഗ്യവകുപ്പ് തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളും മറ്റൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് മാനസികമായ പ്രയാസം മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ട്. ആരോഗ്യ പ്രശ്നത്തിൽ ശാരീരിക പ്രശ്നം മാത്രമല്ല, ഇവിടെ പറഞ്ഞ പോലെ മെൻ്റലി ഉള്ള വിഷയങ്ങളുണ്ട്. ഇതിന് പ്രത്യേക സംവിധാനം ആരോഗ്യവകുപ്പ് തന്നെ തയ്യാറാക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളും മറ്റൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരം കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ക്യാമ്പുകളിൽ വ്യക്തമായ ചുമതല ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും നൽകിക്കൊണ്ടുള്ളൊരു ഇടപെടലാണ് നടത്തുന്നത്. ഓരോ ഘട്ടത്തിലും ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധന നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പം എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും ഫീൽഡിലുണ്ട്. ഫീൽഡിൽ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ അതാത് സമയത്ത് കൈക്കൊള്ളാനും പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങൾ നമുക്ക് എത്രയും വേഗത്തിൽ നടപ്പിലാക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഇതുവരെ നിങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇനി ആ സഹകരണം തുടരുമെന്ന് കുറച്ച് വിശ്വസിക്കുകയാണ്. ഒരു കാര്യം കൂട്ടിച്ചേർക്കാനാണ്, നമ്മൾ ഈ തെരച്ചിലിൽ പ്രത്യേകിച്ച് ചാലിയാറിലെ 40 കിലോമീറ്റർ ദൂരം പരിശോധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം പ്രാദേശിക ആളുകൾക്കാണ് പുഴയുടെ ഒഴുക്കും ഗതിയും മനസ്സിലാവുന്നത്. ഇപ്പോൾ മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇത്രയും ദിവസം നടന്ന രക്ഷാദൗത്യത്തെക്കുറിച്ചാണ് അവർ വിശദീകരിച്ചത്. ഇനി നാളെ മുതൽ ഏത് രീതിയിലാണ് ഈ ഒരു തിരച്ചിൽ നടത്താൻ പോകുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിന് എന്തെല്ലാം പദ്ധതികളാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മന്ത്രിമാരായ കെ രാജനും മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഇപ്പോൾ വിശദീകരിച്ചത്. നാളെ മുതൽ പ്രത്യേക ടീമുകളായി തിരിച്ചാകും ഈ ഒരു തിരച്ചിൽ. ഓരോ സ്ഥലത്തേക്കും തിരച്ചിൽ നീളുക എന്നുള്ള കാര്യങ്ങളായിരുന്നു മന്ത്രിമാർ ഇപ്പോൾ വ്യക്തമാക്കിയത്.